ആന്റി, ഇതുപോലെ തലവേദനയും ഛർദിയൊക്കെ ഉള്ള സമയത്ത് ആർക്കാണെങ്കിലും ആഹാരത്തിനോട് ഇച്ചിരി വെറുപ്പൊക്കെ ഉണ്ടാവും. സിദ്ധുവിന് അതല്ല. ലച്ചു, ഉനക്ക് നാരങ്ങ വെള്ളം എടുക്കട്ടാ? അത് നല്ലൊരു തീരുമാനമായിരിക്കും. അമ്മ, നാരങ്ങ വെള്ളം വേണമെന്ന്. ഇപ്പോഴേ പുളിയുള്ളതൊക്കെ കഴിക്കണമെന്ന് തോന്നും. அப்படின்னா நான் இப்பவே எடுத்துட்டு வரேன். ലച്ചുമോളെ, മോളെ, മക്കൾക്ക് പുളിയുള്ളതൊക്കെ കഴിക്കണം തോന്നുന്നുണ്ടോ? അല്ലമ്മേ, ലച്ചു സാധാരണ പുളിയുള്ളൊന്നും കഴിക്കാറില്ലല്ലോ. ആര് പറഞ്ഞേ? പൊന്നളിയോ, പണ്ട് ലച്ചേച്ചി പുളിമാങ്ങയൊക്കെ കിഞ്ചിലണങ്ങനെ നിന്നുവായിരുന്നു. ഈ സമയത്ത് പുളിമാങ്ങായും അച്ചാറും അല്ല മീനൊക്കെ ഇട്ട് കുഴച്ചേ ചോറൊക്കെ കഴിക്കണമെന്ന് തോന്നുന്നേ. മീനിട്ട് കുഴച്ചതൊന്നും പറയല്ലേ, കേട്ടിട്ട് തന്നെ എന്തോ പോലെ. മീനൊന്നും ഇഷ്ടമല്ലെന്ന്, അത് തന്നെ. അമ്മൂമ്മോ, എനിക്ക് ഈ മീനും ചിക്കനും മട്ടനും എന്നൊക്കെ പറഞ്ഞ ഏതവസ്ഥയിലും പോവും. പ്രത്യേകിച്ച് നിന്നോടിപ്പോ ആരെങ്കിലും ചോദിച്ചായിരുന്നോ? അല്ല അമ്മൂമ്മ, ഈ മീനുണ്ടല്ലോ നല്ല സൂപ്പർ മസാലയൊക്കെ തേച്ചിട്ട് വാഴലൊക്കെ അതൊരു വെച്ച് അങ്ങോട്ട് കേശം മിണ്ടാണ്ടിരി, ഛർദിക്കാൻ പറ്റും മനുഷ്യര്. അല്ല കുഴച്ച് കഴിക്കാൻ. സിദ്ധുവേ, എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൺഫേം ചെയ്യണം കേട്ടോ. പിന്നെ കൺഫേം ചെയ്യണ്ടേ? എന്തൊക്കെ അസുഖങ്ങളുള്ള കാലം അറിയാലോ. അപ്പൊ ഏത് അസുഖം ഫസ്റ്റ് ഫിക്സ് ചെയ്യണം. ഒന്ന് ചുമ്മാ ഇരിക്കേശു, ചുമ്മാ കാര്യം അറിയാതെ വള 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 സംസാരിച്ചോണ്ടിരിക്കും. അത് തന്നെ, നല്ല വളർച്ചയുണ്ട്, കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. വളർച്ച വേണം, വല്ലതും തിന്നണം, എന്നാലേ വളർച്ച മാറുള്ളൂ. ഇത് ഫസ്റ്റ് കൊണ്ടുപോയിട്ട് ബോഡി ചെക്കപ്പ് നടത്തണം, അത്ര തന്നെ. അതെ അതെ, ഇന്ന് തന്നെ പോയി നമ്മൾ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യും. അതെ, നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താ? മനുഷ്യര് ചെറുതായിട്ടൊന്നും വയ്യാതായപ്പോ തന്നെ ഈ ആശുപത്രി ബോഡി ചെക്കപ്പ് ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നത് എന്തിനാ? എന്റെ ലച്ചു, നീ ഇങ്ങനെ വെളിവും വെള്ളിയാഴ്ച ഇല്ലാതെ ഓരോന്ന് പറയല്ലേ. എനിക്കിതുവരെ കാര്യം മനസ്സിലായില്ല. എവിടെ കാര്യം മനസ്സിലാവായി? എന്റെ പൊന്നമ്മൂമ്മ, കാര്യം മനസ്സിലാക്കാനുള്ള വിവരം ബോധമൊക്കെ ചേച്ചി കൊണ്ടായിരുന്നെങ്കിൽ ചേച്ചി ഇപ്പൊ ആരായനെ. അത് അളിയൻ പറഞ്ഞ കറക്റ്റാടാ. ഇവന്മാരെ ഇവിടുന്ന് പറഞ്ഞു വിടുവാണെങ്കിൽ എന്റെ പകുതി പ്രശ്നവും മാറും. എന്റെ ലച്ചുവേ, നീ ഈ സമയം ഇങ്ങനെ ദേഷ്യപ്പെടാതെ. അത് തന്നെ, ഇങ്ങനെ ദേഷ്യപ്പെട്ടൊന്ന് സംസാരിക്കല്ലേ. എപ്പോഴും ശാന്തമായിട്ടിരിക്കണം മക്കള്. അതിന് നിങ്ങളൊക്കെ സമ്മതിക്കണ്ടേ ശാന്തമായിട്ടിരിക്കാൻ? ലച്ചു, നാരങ്ങ വെള്ളം വേണ്ട, മക്കൾ ഇതങ്ങ് കുടിച്ചാട്ടെ. അതുകൊണ്ടല്ലേ വെള്ളം പറ്റിയിരിക്കുവായിരുന്നു. ഈ സമയം നിറയെ വെള്ളം കുടിക്കണം. കുടിക്കേ. എപ്പിടി ഇരിക്ക്? നാരങ്ങ വെള്ളമല്ലേ? നാരങ്ങ വെള്ളം പോലെ തന്നെ ഇരിപ്പുണ്ട്. എന്താക്കളെ? അയ്യോ, വാള് 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 വാള്. പേടിക്കണ്ട. പേടിക്കണ്ടേ? നിനക്കിതൊരു കാര്യം മനസ്സിലായില്ലേ? അളിയനെ മനസ്സിലായില്ല? ഇല്ലടാ. എനിക്കെപ്പോഴാ മനസ്സിലായി. എന്ത്? ഇത് ദഹനക്കേടെന്ന്. ചുമ്മാ ആവശ്യമില്ല എന്തെങ്കിലും വെട്ടി വീശിട്ട്. ചുമ്മാ ഇരിടാ, ഇറങ്ങി പോടാ വെളിയില്. സിദ്ധേ, കൺഗ്രാറ്റ്സ്. താങ്ക്സ്. എന്തിന്? സിദ്ധു സിദ്ധു വീണ്ടും അച്ഛനാവാൻ പോണ്. വീണ്ടും ഇവിടെ ഒരു കുഞ്ഞാ വരാൻ പോണെന്ന്.